the return of Christ and the preparation of the church. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും സഭയുടെ ഒരുക്കവും എന്ന വിഷയത്തെ ആധാരമാക്കി അനവധി സന്ദേശങ്ങൾ ഇതിനോടകം നാം കേട്ടുകഴിഞ്ഞു. മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രാവശ്യം നാം ചിന്തിച്ചു പോരുന്നത്. വേദപുസ്തകത്തിൻ്റെ, പ്രത്യേകിച്ച് വേദപുസ്തക പ്രവചനങ്ങളുടെ നട്ടലെന്ന് പറയുവാൻ കഴിയുന്ന 2 അധ്യായങ്ങളാണ് മത്തായി സുവിശേഷം 24-25 അധ്യായങ്ങൾ. 21 മുതൽ യേശുക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിച്ച അനന്തരം അവിടെയുള്ള ജനത്തിൻ്റെ തിരസ്കരണം, യഹൂദ മതയനുസാരികൾ യേശുവിനെ തിരസ്കരിക്കുന്നതൊക്കെ തിരിച്ചറിഞ്ഞ് വളരെ കഠിനമാകുന്ന, കാർക്കശ്യമാകുന്ന ഭാഷയിൽ കർത്താവ് ദൈവത്തിൻ്റെ വചനങ്ങളെ അവർക്ക് ഉപമകളാലും ദൈവിക വചനങ്ങളാലും തെളിയിച്ച് 23-ാമത്തെ അധ്യായത്തിൽ കപടഭക്തിക്കാരായ പരീക്ഷന്മാരെ നിഷിദ്ധമായി വിമർശിച്ച് ജീസസ് ഈസ് കമ്മിങ് ഔട്ട് റെഡ് ഹോട്ട്, വളരെ ശുഭിതനായി കോപാകുലനായി യേശു വരുമ്പോൾ യേശുവിൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റേണ്ടതിന്, ചിന്തകൾക്ക് ഒരു തണുപ്പ് വരുത്തേണ്ടതിന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞ് ഈ ആലയമൊക്കെ ഒന്ന് നോക്കിയേ, ഇതിൻ്റെ പണികൾ ഒക്കെ എത്ര ഭയങ്കരമായിരിക്കുന്നു. മനോഹരമാകുന്ന ആ പണികളെയൊക്കെ കാണിച്ച് യേശുവിൻ്റെ ശ്രദ്ധയൊന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ആലയവും ഇവിടെ തകരും. പിന്നെ യേശു കുറച്ചും കൂടെ ശാന്തമായതിനു ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നിട്ട്, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? 3 മർമ്മപ്രധാനമാകുന്ന ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുകയും യേശു ആ ചോദ്യത്തിന് വളരെ സ്പഷ്ടമായിട്ടുള്ള, കൃത്യമായിട്ടുള്ള നിർവചനങ്ങളെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നു. 25-ാമത്തെ അധ്യായത്തിൽ ഒരുക്കത്തിന് ഊന്നൽ നൽകിക്കൊടുത്തുകൊണ്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ കൺവെൻഷൻ്റെ കേന്ദ്ര ചിന്ത അതാണ്. യേശുക്രിസ്തു മടങ്ങി വരും. നമ്മളാരും പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും സമയമാകുമ്പോൾ കർത്താവ് ഇവിടേക്ക് വരും. യേശുവിനെ കൊണ്ടുവരുവാൻ വേണ്ടി നമ്മളാരും അണിനിരക്കേണ്ട ആവശ്യമില്ല, നമ്മളാരും സാമഗ്രികളൊന്നും സജ്ജമാക്കേണ്ട ആവശ്യമില്ല. കൃത്യസമയമാകുമ്പോൾ ആകാശമേഘങ്ങളെ വാഹനമാക്കി കർത്താവ് ഇവിടേക്ക് വരും. The return of the Christ is the next greatest thing that is going to happen on this earth. ഈ ഭൂമിയിൽ ഇനി സംഭവിക്കുവാനുള്ളതിൽ സർവശ്രേഷ്ഠമാകുന്ന സഭ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. അത് സംഭവിക്കും. അതിനുവേണ്ടി കർത്താവ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഇന്ന് ഈ ദിവസവും നാം അതാണ് ചിന്തിക്കുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ ഇന്ന് പകലിൽ ദൈവമക്കളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഒരു പുസ്തകത്തെ ആധാരമാക്കിയാണ്. പഴയ നിയമത്തിൻ്റെ ഒരു പുസ്തകമാണ്. വാക്യം പുതിയ നിയമത്തിലാണ് ഞാൻ കണ്ടെത്തിയതെങ്കിലും പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തെ ആധാരമാക്കി ചില ചിന്തകൾ ഞാൻ ദൈവമക്കളോട് സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യൂദായുടെ ലേഖനം 5-ാമത്തെ വാക്യം, ജൂഡ് 1:5, അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഒരിക്കൽ കൂടെ ആ വാക്യം, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. The Lord, having saved the people out of the land of Egypt, afterward destroyed them that did not believe. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചു. രക്ഷിച്ചത് നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, രക്ഷിച്ചത് അക്കരെ നാട്ടിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ രക്ഷിച്ചവരെ എല്ലാവരും അക്കരെ നാട്ടിൽ എത്തണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് ഇറങ്ങിത്തിരിച്ചെങ്കിലും 20 ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ
2 പേര് മാത്രമേ അവിടെ എത്തിയുള്ളൂ. ഇന്ന് ഈ പകലിൽ നമ്മെ ആശങ്കപ്പെടുത്തേണ്ട, ചിന്തിപ്പിക്കേണ്ട വിഷയം അതാണ്. 20 ലക്ഷം പേർക്ക് മരുഭൂമി ഒരു ശവപ്പറമ്പായി തീർന്നു. വിശ്വസിച്ച 2 പേരെ മാത്രം കനാൻ ദേശത്തിൽ പ്രവേശനം കർത്താവ് കൊടുത്തുള്ളെങ്കിൽ ഇന്ന് പകലിൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല എങ്കിൽ മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള വളരെ ആനുകാലികമാകുന്ന ചോദ്യത്തിന് ഇന്ന് രാത്രിയിൽ നാം ഈ പകലിൽ നാം മറുപടി പറഞ്ഞേ മതിയാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഫ്ലോറൻസ് ചാഡ്വിക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻകാരിയാകുന്ന സ്വിമ്മർ ഉണ്ടായിരുന്നു, നീന്തൽക്കാരി. 1952 കാറ്റലിന ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ നിന്ന് കാലിഫോർണിയ എന്ന് പറയുന്ന മെയിൻലാൻഡിലേക്ക് അവർ നീന്തുവാൻ ആരംഭിച്ചു. ഒരു ചെറിയ സ്ഥലം, ഹ്രസ്വമാകുന്ന ദൂരമല്ല. അവൾ വളരെ വിദഗ്ധമായി ബഹുദൂരങ്ങൾ നീന്തി അക്കരയ്ക്ക് കടക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ഒരു സ്ത്രീയാണ്. കാറ്റലിന ഐലൻഡിൽ നിന്ന് അവർ നീന്തൽ തുടങ്ങിയെങ്കിലും ഏതാണ്ട് 25 മൈലുകൾ, 10-30 കിലോമീറ്ററിലധികം ദൂരം ഇവർ നീന്തി കാലിഫോർണിയയിൽ എത്തണം. എത്തുന്ന സമയത്തിന് കുറച്ച് മുൻപ് ഏതാണ്ട് 15 മണിക്കൂറുകൾ ഇവർ നീന്തി തുടങ്ങി. ഘോരമാകുന്ന മഞ്ഞ് മൂടി ഈ കടലിൽ മഞ്ഞ് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. മുൻപോട്ടുള്ളതൊന്നും ഇവർക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇവരുടെ കൂടെ ഇവരെ സഹായിക്കുവാൻ മറ്റേതെങ്കിലും മീനുകളുടെ, മത്സ്യങ്ങളുടെ ആക്രമണം സംഭവിക്കുവാതിരിക്കുവാൻ വേണ്ടി പടകിൽ ആളുകൾ ഇവരെ അനുഗമിക്കുന്നുണ്ട്. ആ പടകിനകത്തൊന്ന് അവളുടെ മാതാവ് ഈ ഫ്ലോറൻസ് ചാഡ്വിക്കിന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അവിടേക്ക് എത്തുന്നതിന് മുൻപ് ഏതാണ്ട് 15 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ക്ഷീണിച്ചു, മടുത്തു. പറഞ്ഞ്, എന്നെ ഏതെങ്കിലും വിധത്തിൽ പടകിലൊന്ന് കയറ്റ്, ഇനി എനിക്ക് നീന്താൻ വയ്യ. അമ്മ ഫ്ലോറൻസ് ചാഡ്വിക്കിനോട് പറഞ്ഞു, മകളെ, ഇത്രയും നേരം നീ നീന്തിയില്ലേ, കുറച്ചും കൂടെ നീ ഒന്ന് പരിശ്രമിച്ചേ, നിനക്ക് ആ തീരത്തെത്തുവാൻ കഴിയും. എന്നാൽ കുറച്ചും കൂടെ ശ്രമങ്ങളൊക്കെ നടത്തി ഈ സ്ത്രീ ക്ഷീണിച്ചു. ഇവിടെ പടകിൽ പിടിച്ചു കയറ്റി. കുറച്ച് മണിക്കൂറുകൾ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവൾ മനസ്സിലാക്കി ഏതാണ്ട് 24 മൈല് ഇവൾ നീന്തി എത്തിയതാ. മഞ്ഞ് കാരണം ഇവൾക്ക് തീരം കാണാൻ പറ്റാഞ്ഞത് കൊണ്ട് തൊട്ടടുത്തെത്തുന്നതിന് മുന്നമേ she gave up. അവൾ തോൽവി സമ്മതിച്ചു. അവൾ പറഞ്ഞൊരു വാക്ക് പ്രസിദ്ധമാ, if only I could have seen the shore. ഞാൻ ആ തീരം എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ നീന്തൽ അവസാനിപ്പിക്കത്തില്ലായിരുന്നു. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കണ്ണുകൾക്ക് ഇന്ന് പകലിൽ യാതൊരു മഞ്ഞും മറയ്ക്കാതെ നിങ്ങളുടെ കണ്ണുകൊണ്ട് ആത്മനാഥനെ ഒന്ന് കാണുവാൻ കഴിഞ്ഞാൽ, ആ തീരം ഒന്ന് കാണുവാൻ കഴിഞ്ഞാൽ, രക്ഷകന്റെ വരവ് ഒന്ന് കാണുവാൻ കഴിഞ്ഞാൽ, ഇന്ന് പകലിൽ അല്പം കൂടെ ഒന്ന് നിൽക്കുവാൻ കഴിഞ്ഞാൽ ഈ ഓട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല, ഈ യാത്രയിൽ നിങ്ങൾ തോറ്റു പോകത്തില്ല. Praise the Lord. സംഖ്യാപുസ്തകം നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ ഒന്ന് കൊണ്ടുവരികയാണ്. സംഖ്യാപുസ്തകം പഴയ നിയമത്തിലെ പുസ്തകമാണ് സംഖ്യാപുസ്തകം. അതിനകത്തെ അനവധി വാക്യങ്ങൾ നമുക്ക് പരിചിതമാകാം, ഒരുപക്ഷെ അത്ര പരിചിതമല്ലായിരിക്കും. ഏറ്റവും കൂടുതൽ അതിനകത്ത് പ്രസക്തമാകുന്ന ഒരു വാക്യമുണ്ട്. ദൈവത്തിന്റെ ദാസന്മാർ ആശീർവാദം പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് സംഖ്യ 6-ാം അധ്യായത്തിനകത്തുള്ള വാക്യം. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ബട്ട് the book Numbers has a strange title. ഇങ്ങനെ ഒരു പേര് തന്നെ തലവാചകമായി കൊടുക്കുന്നത് അല്പം അതിശോക്തി. എന്നാൽ ഈ പുസ്തകത്തിനകത്ത് നടന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനത്തെ എണ്ണുവാൻ വേണ്ടി തുടങ്ങി. 2 പ്രാവശ്യം ജനത്തെ എണ്ണുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിന്റെ ആരംഭ ഭാഗം നാം കാണുമ്പോൾ ഇസ്രായേൽ ജനം സീനായി എത്തിയ സമയം 1 മാസമായപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ആളുകളുടെ എണ്ണം എടുക്കണം. ഏതാണ്ട് 6,35,550 പേരുടെ എണ്ണം മോശ എടുക്കുവാൻ ഇടയായി തീർന്നു. 40 വർഷങ്ങൾക്ക് ശേഷം മോവാബ് ദേശത്ത് അവരെത്തിക്കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം വീണ്ടും പറഞ്ഞു, ജനത്തിന്റെ എണ്ണം ഒന്നെടുക്കണം.
എണ്ണിയപ്പോൾ 6,01,730. വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് 1,820 പേര് യുദ്ധം ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാരുടെ എണ്ണമാണ്. ശ്രദ്ധിക്കൂ, ദൈവം ആളുകളെ എണ്ണാൻ വേണ്ടി പറയും. ഒരിക്കൽ ദാവീദ് ജനത്തെ എണ്ണുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ കോപം അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. എന്താ? ദൈവം മോശയോട് എണ്ണാൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ദാവീദും ഒന്ന് എണ്ണാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ന് പകലിൽ ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, ദൈവം എണ്ണാൻ പറഞ്ഞത് ദൈവത്തിന് അതിനകത്തൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ദാവീദ് എണ്ണാൻ പറഞ്ഞത് ജനത്തിന്റെ ബാഹുല്യമൊന്ന് കണ്ട് സന്തോഷിക്കാനാ. ഇന്ന് പകൽ പെന്തക്കോസ്തിന്റെ വളർച്ച എണ്ണത്തിന്റെ വളർച്ചയല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം എണ്ണുവാൻ വേണ്ടി ഇന്ന് പകൽ പറയുന്നുണ്ടെങ്കിൽ അത് കേവലം നമ്പർ കാണിക്കാനല്ല, പെന്തക്കോസ്ത് ഒരു വോട്ട് ബാങ്കായി തീർന്നെന്ന് കാണിക്കുവാൻ വേണ്ടിയല്ല. ആമേൻ. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇവിടെ വരുന്നത്. ഇവിടെ വോട്ടിടുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമല്ല പെന്തക്കോസ്തുകാര്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രത്യക്ഷതയോടെ ആമേൻ കാത്തിരിക്കുന്ന ഒരു ദൈവജനമാ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നത്. ദാവീദ് എണ്ണുവാൻ പറഞ്ഞത് ആമേൻ ദാവീദിന്റെ പ്രൈഡ് ഒന്ന് വെളിപ്പെടുത്തുവാൻ, അവന് ഇത്രയും നല്ല ഭരണകർത്താവാണെന്ന് കാണിക്കുവാനാണ്. ശ്രദ്ധിക്കൂ, കർത്താവ് എണ്ണുവാൻ വേണ്ടി പറഞ്ഞു. ഏതാണ്ട് ആമേൻ 1,800 പേരുടെ വ്യത്യാസം മാത്രമേ ഈ എണ്ണലിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ച സമയം തുടങ്ങി അവസാനം എത്തുന്ന ഇടം വരെ വന്നു നോക്കുമ്പോൾ ഏതാണ്ട് 1,820 പേരുടെ കുറവ് മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷേ തിരുവെഴുത്ത് നമ്മൾ വ്യക്തമായി വായിക്കുമ്പോൾ ഇന്ന് ദൈവമക്കൾ അറിയാതെ പോകരുത്, ഈ പ്രതിസന്ധികളുടെ നടുവിൽ സംഭവിച്ച ഒന്നുണ്ട്. ഒന്നാമത്തെ എണ്ണലിൽ എണ്ണപ്പെട്ട പലരെയും രണ്ടാമത്തെ പ്രാവശ്യം എണ്ണിയപ്പോ കണ്ടില്ല. Praise the Lord. This is a different number. പേര്, ആളുകളുടെ എണ്ണം. ഇവിടെ ഫുഡ് കൂപ്പൺ കൊടുക്കുന്നുണ്ട്. ഫുഡ് കൂപ്പൺ ആരൊക്കെ വാങ്ങിച്ചു എന്ന് എണ്ണം മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഓഫീസിൽ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്, അവിടെ ആരുടെയൊക്കെ പേരുണ്ടെന്നറിയാം. ഇവിടെ എണ്ണമേ അറിയത്തുള്ളൂ, അവിടെ പേരറിയാം. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ പേരെഴുതുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ പേര് എണ്ണമല്ല ദൈവത്തിന് വേണ്ടിയത്, പേര് ഇന്ന് പകൽ നോക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ആമേൻ വിശ്വസിക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നമ്പേഴ്സ് ഈസ് എ സാഡ് ബുക്ക്. സംഖ്യാ പുസ്തകം ആമേൻ വളരെ ദുഃഖമുളവാക്കുന്ന ഒരു പുസ്തകമാണ്. വലിയൊരു ദുരന്തത്തിന്റെ ഒരു പുസ്തകമാണ്. 11 ദിവസം കൊണ്ട് അവർക്ക് എത്താൻ പറ്റുന്ന ഒരു ദേശത്ത് ഏതാണ്ട് 13,780 ദിവസം എടുത്തു അവർക്ക് എത്തേണ്ടി വന്നു. എന്തുകൊണ്ട് ഈ ജനം ഇത്ര ദിവസം എടുക്കേണ്ടി വന്നു? ദൈവം കൂടെയില്ല എങ്കിൽ, ദൈവം തള്ളിക്കളയാൻ വേണ്ടി ഒരുക്കപ്പെട്ടാൽ നാം ഒത്തിരി കറങ്ങേണ്ടി വരും. Praise the Lord. This was an aimless existence. ഇറങ്ങി തിരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ സമയം കൊല്ലുകയാ. സമയം കൊല്ലുക മാത്രമല്ല, ദൈവം ഇവരെ കൊന്നുകൊണ്ടിരിക്കുകയാ. Praise the Lord. 40 വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങി തിരിച്ച പലരെയും കാണുന്നില്ല. ഇന്ന് പകൽ ഞാൻ മക്കളോട് ദൈവദാസന്മാരോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, മരുഭൂമിയിൽ ആമേൻ ഇത്രയും ലക്ഷം പേരെ ദൈവം മാറ്റി 2 പേരെ മാത്രം അവശേഷിപ്പിച്ചിട്ട് മരുഭൂമിയിൽ ജനിച്ച ഒരു തലമുറയെ ദൈവം വാഗ്ദത്ത ദേശത്ത് എത്തിച്ചെങ്കിൽ ഈ പകൽ ഇവിടെ ഇരിക്കുന്ന ജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ എണ്ണം ഒരു പക്ഷേ ആദ്യം എടുത്തപ്പെട്ടില്ലെങ്കിലും രണ്ടാമത് എണ്ണുമ്പോൾ, രണ്ടാമത് മണവാളൻ വരുമ്പോൾ, തീരത്തോട് നീ അടുക്കുമ്പോൾ, വാഗ്ദത്ത ദേശത്തിലേക്ക് നീ എത്താറാകുമ്പോൾ, you must be in the numbering. Hallelujah. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിനകത്ത് പൗലോസ് പറയുന്നു, ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചതാണ്. അവർക്ക് ആമേൻ ഇത് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചതാണ്. വേഗത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോകുകയാണ്. വാട്ട് ഈസ് ദി കോണ്ടെക്സ്റ്റ്? ആമേൻ ഈ പുസ്തകം എഴുതുമ്പോൾ ആമേൻ ഈ ജനത്തെ ദൈവം ആമേൻ വാഗ്ദത്ത ദേശത്തിലേക്ക് 11 ദിവസങ്ങൾ കൊണ്ട് ദൈവത്തിന് എത്തിക്കുവാൻ കഴിഞ്ഞെങ്കിലും കഴിയുമായിരുന്നെങ്കിലും 38 വർഷം എടുത്തു ഈ ജനം അവിടെ എത്താൻ. Praise God. Why?
because God only moved a little. ദൈവം വലിയ നടപ്പൊന്നും നടന്നില്ല, ദൈവം പെതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. Praise the Lord. ഇന്ന് പകലിൽ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം പ്രവർത്തന നിരതന, പ്രവർത്തിക്കുന്ന ദൈവമാ. പക്ഷേ നമ്മൾ അവസാനിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഒരു നോക്കി നിൽപ്പുണ്ട്. Praise the Lord. When God moves very little, വർഷങ്ങളുടെ ചരിത്രം, ജീവിതത്തിന്റെ അനുഭവം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് പകലിൽ കർത്താവ് വലിയ മാറ്റങ്ങളൊന്നും ജീവിതത്തിനകത്ത് വരുത്തുന്നില്ല എങ്കിൽ, God is not moving, ദൈവം ചലിക്കുന്നില്ല എങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ വാഗ്ദത്ത ദേശത്തിൽ എത്താതെ വണ്ണം, ഞാൻ വാഗ്ദത്തത്തിലേക്ക് എത്താതെ വണ്ണം ഇന്ന് പകൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ തടസ്സമുള്ളത്, അത് ഈ പകൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടാൽ ഈ പകൽ ഞാൻ മാനസാന്തരപ്പെടുകയാണ്. Hallelujah. They to end in the miserable wilderness. ദൈവം ഈ ജനത്തോട് വാഗ്ദത്ത ദേശത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞെങ്കിലും അവർ മരുഭൂമിയിൽ പട്ടുപോയി. മരുഭൂമി പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരോട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, മരുഭൂമിയിൽ തീരാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ലക്ഷ്യസ്ഥലത്ത് എത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം ഒരു പോപ്പുലർ പുസ്തകമല്ല, പക്ഷേ ചരിത്രം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ ഞാനും നിങ്ങളും ഗ്രഹിക്കുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കണം, ഇന്ന് പകൽ തെറ്റുപറ്റുവാനുള്ള സാധ്യതയുണ്ട്. ദൈവം അവരോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. ദൈവം അവരോട് കൽപ്പിച്ച കാര്യങ്ങൾക്ക് അവർ കൊടുത്ത പ്രതികരണങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. ശ്രദ്ധിക്കൂ, കർത്താവ് ഇവരോട് കൽപ്പന കൊടുത്തു. എങ്ങനെ കൊടുത്തു? മോശ മുഖാന്തരം ദൈവം കൽപ്പന കൊടുത്തു. എത്ര പ്രാവശ്യം ദൈവം മോശയോട് സംസാരിച്ചു? 80 പ്രാവശ്യം ദൈവം മോശയോട് സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? സ്വപ്നത്തിലല്ല സംസാരിച്ചത്, ദർശനത്തിലല്ല സംസാരിച്ചത്. ദൈവം മോശയോട് സംസാരിച്ചതിനെ കുറിച്ച് ദൈവം പറയുന്ന വാക്കിങ്ങനെയാ, I spoke to Moses as a man speaks with a man face to face. മുഖാമുഖമായി ഞാൻ മോശയോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം അവൻ മുഖാമുഖമായി സംസാരിക്കുന്ന ഒരു ദൈവമാണെന്ന് ഈ പകൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഈ മരുഭൂമിയിൽ നീ പട്ടുപോകാതെ നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ഇന്ന് പകൽ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ജനത്തോട് കൽപ്പന കൊടുത്തു. മോശയോട് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം കൽപ്പന കൊടുത്തു, ഈ ജനത്തോട് പറയണം നീ ഇത്ര ദൂരം വിട്ട് സഞ്ചരിക്കണം. ഈ ജനത്തോട് പറഞ്ഞു ഇങ്ങനെ പാളയമിറങ്ങണം. ഈ ജനത്തോട് പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ വിശുദ്ധിയുടെ പ്രമാണം. ഈ ജനത്തോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ യാഗമർപ്പിക്കണം. എന്തിനു വേണ്ടി ദൈവം പറഞ്ഞു? so that they may not become over familiar with God. അതിപരിചയം നിമിത്തം ദൈവഭക്തി നഷ്ടപ്പെട്ടിട്ട് ആമേൻ വാഗ്ദത്ത ദേശത്തിൽ എത്താതിരിക്കാതിരിക്കേണ്ടതിന് ദൈവം പ്രമാണം കൊടുത്തു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവഭക്തന്മാരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, സ്വർഗത്തിൽ എത്തപ്പെടാതെ പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അതിപരിചയം നിമിത്തമായിരിക്കും സ്വർഗത്തിൽ എത്തിപ്പെടാത്തത്. Praise the Lord. ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിച്ച ഒരു ദൈവ ഭയമുണ്ട്. ഈ 103ാമത്തെ കൺവെൻഷന്റെ പന്തലിന്റെ കീഴിലിരിക്കുന്ന അഭിഷിക്തന്മാരോടും ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ ചോദിക്കുകയാ, കർത്താവിന്റെ നാമം കേൾക്കുമ്പോൾ, ആരാധനയുടെ ശബ്ദം കേൾക്കുമ്പോൾ, വചനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഇന്ന് രാത്രി പകലിൽ നിന്റെ ഹൃദയത്തിനകത്ത് ആമേൻ ദൈവത്തോടുള്ള ഒരു ഭക്തി. Hallelujah. They have lost the sense of awe. കൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെട്ടു. യേശുവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് ഭയം അവർക്ക് നഷ്ടപ്പെട്ടു, വിശുദ്ധി അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് 3 കാര്യങ്ങൾ മോശയോട് ദൈവം പറഞ്ഞു ഈ ജനം സൂക്ഷിക്കണം. 1, പാളയത്തിന്റെ നടുവിൽ ഇവരെങ്ങനെ പാളയം ഇറങ്ങണം, പാളയം പുറപ്പെടണം, ജാഗ്രതയുള്ളവരായിരിക്കണം.
2, പാളയം ദൈവസന്നിധി, ദൈവം പാർക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇത് അശുദ്ധമാകാൻ പാടില്ല, ഇത് വിശുദ്ധിയോടെ സൂക്ഷിക്കണം. 3, ദൈവത്തെ ആരെങ്കിലും അകൃത്യം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ യാഗമർപ്പിച്ച് ദൈവത്തോട് നിരന്നോണം. ജാഗ്രത. നാം ആവർത്തിച്ച് ഈ കൺവെൻഷനിൽ കേട്ട ഒരു ശബ്ദമാണ്. പാളയം ഇറങ്ങുവാൻ വേണ്ടി ജനത്തോട് ദൈവം പറഞ്ഞപ്പോൾ ദൈവം എങ്ങനെ പാളയം ഇറങ്ങണമെന്ന് പറഞ്ഞു. തെക്കൻ ദേശത്ത് യഹൂദ, ഇസഹാക്കാർ, ശെബൂലൂൻ പാളയം ഇറങ്ങണം. വടക്കേ സ്ഥലത്ത് ബെന്യാമീൻ, എഫ്രൈം, മനശ്ശെ പാളയം ഇറങ്ങണം. കിഴക്കും പടിഞ്ഞാറുമായിട്ട് ആശർ, ദാൻ, നഫ്താലി, ഗാദ്, റൂബേൻ, ശിമയോൻ തുടങ്ങിയവർ പാളയം ഇറങ്ങണം. കാഹളം ഊതുമ്പോൾ യഹൂദ ആദ്യം പുറപ്പെടണം. എന്തിനാ ദൈവം ഇത്രയും കാർക്കശികമാകുന്ന കൽപ്പനകൾ ജനത്തിന് കൊടുത്തത്? പാളയം ഇറങ്ങുമ്പോഴും പാളയം പുറപ്പെടുമ്പോഴും കർത്താവേ ഇങ്ങനെ തന്നെ പുറപ്പെടണം എന്ന് ദൈവം കൽപ്പിച്ചത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. 22 ലക്ഷത്തോളം വരുന്ന ആളുകൾ എങ്ങനെ പോകണം പാളയത്തിലെന്ന് ദൈവം കൃത്യമായി, എങ്ങനെ പാളയം പോകണം ഇറങ്ങണമെന്ന് ദൈവം കൃത്യമായി പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? അലംഭാവത്തോടെ ആരും പാളയത്തിൽ നടക്കരുത്, അലക്ഷ്യമായി ആരും പാളയത്തിൽ നടക്കരുത്. ഇത് ദൈവമുള്ള പാളയമായതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ആർക്കും കയറി ഇറങ്ങാമെന്ന ഇടമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പ്രൈസ് ദി ലോർഡ്. എങ്ങനെങ്കിലും ആരാധിച്ചാ പോരാ, നീ പ്രമാണം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കണം. ഏതിന്റെ പ്രമാണം? തിരുവെഴുത്തിന്റെ പ്രമാണം നീ അനുസരിച്ചെങ്കിൽ മാത്രമേ നീ വാഗ്ദത്ത ദേശത്തിൽ എത്തത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ക്രമം കെട്ടവരെ, ക്രമം തെറ്റിച്ച് നടക്കുന്നവരെ, ഔട്ട് ഓഫ് ലൈൻ നടക്കുന്നവരെ, പോകേണ്ട വഴിയിൽ പോകാത്തവരെ ബുദ്ധി ഉപദേശിക്കണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. God reminded them, do not be careless. നിങ്ങൾ ഒരിക്കലും കെയർലെസ് ആയി പോകരുത്, ശബത്തിനെ നിങ്ങൾ ആചരിക്കണം എന്ന് പറഞ്ഞ് ദൈവം അവർക്ക് പ്രമാണം കൊടുത്തു. ജാഗ്രതയുള്ളവരായിരിക്കണം. 2, ദൈവം പറഞ്ഞു നിങ്ങളുടെ പാളയം ശുദ്ധിയുള്ള പാളയമായിരിക്കണം. ദൈവസഭയുടെ മഹത്വം, ജോൺ കാൽവിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവസഭയുടെ മഹത്വം ദൈവസഭയുടെ ബഹുജനമല്ല, ദൈവസഭയുടെ വിശുദ്ധിയ, ദൈവസഭയുടെ മഹത്വം. ഇന്ന് പകൽ ഈ പന്തലിന്റെ കീഴിലിരിക്കുന്ന ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവസഭയുടെ മഹത്വം ഇവിടെ വ്യാപരിക്കുന്ന വിശുദ്ധിയ, ഇവിടെ വ്യാപരിക്കുന്ന വേർപാട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. പാളയം ഇറങ്ങാൻ ഇത്രയും കൃത്യമായി ദൈവം തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ നല്ല ചതുര രീതിയിൽ അവരെ ക്രമീകരിച്ചാക്കി. അതുകൊണ്ട് ഹല്ലേലൂയ, ബിലയാം ദൂത് പറയാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞത്, ഇവരുടെ നടുവിൽ ഒരു രാജാവുണ്ട്, ഇവരുടെ നടുവിൽ ഒരു രാജാവുണ്ട്. കാരണം ഈ രീതിയിൽ ഒരുങ്ങും പാളയം ഇറങ്ങുന്ന ഒറ്റക്കൂട്ടം മാത്രമേ ഉള്ളായിരുന്നു. അത് ഫറവോൻ നയിച്ചിരുന്ന മിസ്രൈം സൈന്യമാ. അതുകൊണ്ട് ബിലയാം നോക്കിയപ്പോൾ പറഞ്ഞു, ഇവർക്കിടെ നടുവിൽ ഒരു രാജാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രമാണം കാണുമ്പോൾ അറിയാം നമ്മുടെ നടുവിൽ ഭരിക്കുന്ന ഒരു രാജാവുണ്ടെന്ന്. ക്രമം കാണുമ്പോൾ അറിയാം ഇതിന്റെ നടുവിൽ ഒരു രാജാവുണ്ടെന്ന്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവസഭ കുത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല, ഇതിനകത്ത് നടകൊള്ളുന്ന ഒരു രാജാവുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്ത് പറ, കർത്താവേ അങ്ങ് പറയുന്ന പ്രമാണം വിട്ട് അകലുവാനല്ല, അലയുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ശുദ്ധിയുള്ളവരായിരിക്കണം. കീപ് ദ ക്യാമ്പ് ക്ലീൻ. പാളയത്തെ ശുദ്ധിയോടുകൂടെ സൂക്ഷിക്കണം. എന്തുകൊണ്ട് സൂക്ഷിക്കണം? കാരണം ഞാൻ ഇതിന്റെ നടുവിൽ നടക്കുന്നുണ്ട്. അശുദ്ധമാകുന്ന ഒരു സഭയ്ക്കകത്ത് നടക്കുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. വിശുദ്ധിയിൽ നടക്കുന്ന ജനത്തിന്റെ നടുവിൽ നടക്കുന്ന ഒരു ദൈവമാ. ഇന്ന് പകലിൽ ഈ 103ാമത്തെ കൺവെൻഷന്റെ 3ാമത്തെ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് വിളിച്ചു പറയുന്നു, നിന്റെ പാളയം ശുദ്ധമായിരിക്കണം. Praise the Lord. ദൈവം എങ്ങനെങ്കിലും നടക്കത്തില്ല. A dirty, uncared church building is an insult to God. ഒരു ഭക്തൻ എഴുതി, വൃത്തിയ
വൃത്തിയാക്കാത്ത, ക്ലീൻ ചെയ്യാത്ത ഒരു ചർച്ച് ബിൽഡിംഗ് ദൈവത്തിനെ പരിഹസിക്കുക. സ്തോത്രം. ഇന്ന് പകലിൽ ശ്രദ്ധിക്കണേ, നമ്മൾ ആരാധിക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് പകലിൽ സൂക്ഷിക്കുവാൻ, അതിനെ ക്ലീൻ ചെയ്യുവാൻ, അതിനെ വൃത്തിയാക്കുന്നത് എന്തുകൊണ്ടാ ചെയ്യുന്നത്? നാം സേവിക്കുന്ന ദൈവത്തോടുള്ള ഭക്തി കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്. ദൈവം പറഞ്ഞു, ഞാൻ ആ പാളയത്തിന്റെ നടുവിലുണ്ട്, അതുകൊണ്ട് ജനത്തോട് പറയണം, ആമേൻ, ശുദ്ധിയുള്ളവരായിരിക്കണം. പാളയം ശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് മാത്രമല്ല, ജനവും പ്രൈസ് ദി ലോർഡ് ശുദ്ധിയോടെ ആയിരിക്കണം. 19-ാമത്തെ അധ്യായത്തിൽ സംഖ്യാപുസ്തകം 19 പറയുന്നു, മരണത്താൽ മലിനപ്പെടാതിരിക്കാതെ ജനം തങ്ങളെ തന്നെ സൂക്ഷിക്കണം, ഞാൻ ജീവൻ നൽകുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. വ്യഭിചാരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രമാണം പറയുന്നു. സംഖ്യാപുസ്തകം 5-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്നു, ഒരു ശങ്കാവിഷം ഒരുവന് ബോധിച്ചാൽ. എന്താ വിഷയം? വ്യഭിചാരം ചെയ്തിട്ട് പാളയത്തിന്റെ നടുവിൽ നടക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കരുത്. ഇതിനകത്ത് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്ത്യൻ പീനൽ കോഡ് 20-ാമത്തെ അധ്യായം, ആമേൻ, അതിനകത്ത് ആമേൻ അഡൾട്ടറി, ആമേൻ, വ്യഭിചാരം ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു. എപ്പോ വരെ? 2018-27 സെപ്റ്റംബർ വരെ ആമേൻ ഡീക്രിമിനലൈസ് ചെയ്തു, കുറ്റമല്ല എന്ന് ആമേൻ ഇന്ത്യൻ കോടതി പറഞ്ഞു. പക്ഷെ ഇന്ന് പകൽ ഞാൻ തിരുവെഴുത്തിൽ പറയട്ടെ, ദൈവ സഭ വിശ്വസിക്കുന്ന കോടതി അംഗീകരിക്കുന്ന പ്രമാണം പറയുന്നു, നിന്റെ പാളയം ശുദ്ധമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാളയത്തിനകത്ത് അശുദ്ധി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീക്കം ചെയ്യണമെന്ന് തിരുവെടുത്ത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ദൈവഭക്തനാണെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത്? നീ ശുദ്ധതയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തു നിൽക്കും. 10 പേര് കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നവനെ അംഗീകരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഈ പകൽ തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രസംഗത്തിനും ഒന്നും സ്തോത്രം പറയാൻ പറ്റത്തില്ലെന്നേ. എല്ലാവരുടെയും പ്രസംഗത്തിനൊന്നും സ്തോത്രം പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ജീവിതം മുഴക്കുന്ന ശബ്ദം പോലെയല്ല നമ്മുടെ പ്രസംഗം മുഴക്കുന്നത്. പ്രസംഗത്തിന് ഭയങ്കര ശബ്ദം കാണും, പക്ഷെ ജീവിതത്തിനൊരു വല്ലാത്ത മുഴക്കമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എങ്ങനെങ്കിലും ഒക്കെ നടന്നിട്ട് ആമേൻ തട്ടിൽ കയറുമ്പോൾ ഏത് മട്ടിൽ പ്രസംഗിച്ചാലും ആമേൻ പന്തലിളക്കുന്നതല്ല ആത്മീക ജീവിതം. ആത്മീക ജീവിതം ഇതിനകത്ത് അകം ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന് ഈ പക തിരിച്ചറിയുന്ന എത്ര അഭിഷക്തന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പന്തലിളക്കിയില്ലെങ്കിലും ഇന്ന് പക ദൈവം കാണുന്ന ഒരു ജീവിതം, അത് വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ. സ്തോത്രം, സ്തോത്രം. കോസ്റ്റ്ലിനെസ്. 3, ഇത് വിലയേറിയതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പാർക്കുന്നത് വില കൊടുത്ത് പാർക്കണം. സംഖ്യാപുസ്തകത്തിനകത്ത് പ്രമാണങ്ങൾ ദൈവത്തിന്റെ ദാസൻ പറയുക, യാഗങ്ങൾ നടത്തണം. ദിവസയാഗങ്ങളുണ്ട്, ആഴ്ച നടത്തുന്ന യാഗങ്ങളുണ്ട്, മാസം നടത്തേണ്ട യാഗങ്ങളുണ്ട്. ഇത്രയും യാഗങ്ങളൊക്കെ നടത്തുന്നത് നിസാര കാര്യമല്ല, വിലവെടുപ്പുള്ള കാര്യമാണ്. സ്വത്രം. ഇത്രയും വില കൊടുത്ത് യാഗം അർപ്പിക്കുക മാത്രമല്ല, ഏതാണ്ട് 8580 പുരോഹിതന്മാരെ കൂടെ ദൈവം സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവരുടെ ചെലവും കൂടെ ആര് നോക്കണം? എന്തിനു നോക്കണം? പാളയത്തിന്റെ നടുവിൽ ദൈവത്തോട് തെറ്റ് ചെയ്താൽ, അശുദ്ധിയാണെങ്കിൽ അവിടെ കൃത്യമായി ദൈവത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഒരു പുരോഹിതൻ വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 8500 ആമേൻ പുരോഹിതന്മാരെ, അതും കൂടെ അതിന്റെ ചുമല ആര് വഹിക്കണം? ജനം വഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ 10,000 സഭ നമുക്കുണ്ട് അല്ലേ? ഒരു 10,000 രൂപയെങ്കിലും വെച്ചൊന്ന് കണക്ക് കൂട്ടിക്കോ. ഒരു മാസം എത്ര രൂപയാ ആമേൻ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കാൻ വേണ്ടി അറിഞ്ഞോ അറിയാതോ തന്നെ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്?
സ്വോത്രം സ്വോത്രം. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാ. കാരണം വില കൊടുത്തു മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ജനത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ പറയട്ടെ, വില കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ ഇരുന്ന ഒരു സമയത്ത് ഒരുവൻ ഇതിനു വേണ്ടി വില കൊടുത്തത്. ആ വില കൊടുത്തവന്റെ മുൻപിൽ ഇന്ന് പകൽ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ ഇന്ന് പകൽ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാ. കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ കർത്താവിന് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. പുരോഹിതന്മാരെ ആക്കി, വ്യവസ്ഥകൾ കൊടുത്തു, മാറിയില്ല. ദൈവം പ്രമാണം കൊടുത്തു. ചിലരോട് പറഞ്ഞു, നിങ്ങൾ നാസീർ വ്രതസ്ഥരെ നിങ്ങളുടെ നടുവിൽ ഉണ്ടാകണം. ശമൂവേൽ തുടങ്ങി ശിംശോന്റെ കാലഘട്ടത്തിൽ നാസീർ വ്രതസ്ഥർക്ക് ഭയങ്കര വിലയുണ്ടായിരുന്നു. പക്ഷെ ആമോസിന്റെ കാലമായപ്പോൾ 2-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. വൃദ്ധസ്ഥർക്ക് അവിടെ എഴുതിയിരിക്കുന്നു, യു ഗേവ് വൈൻ ടു ദ നാസറൈറ്റ്. വൃദ്ധസ്ഥന്മാർക്ക് നിങ്ങൾ വീഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പെന്തക്കോസ്ത് സഭയിൽ ആണ് പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഇന്ന് പകലിൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഒത്തിരി കുടിയന്മാർ സഭയ്ക്കകത്ത് വർദ്ധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കള്ളുകുടിയന്മാരെ കുറിച്ച് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം മാറിയിട്ട് പലരുടെയും കുടിയെ കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേര് ഇരിപ്പുണ്ട് ഇതിനകത്ത്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, വൃദ്ധസ്ഥന്മാര് പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാതെ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ എണ്ണത്തിൽ തുടങ്ങിയപ്പോൾ ഉള്ളവരാരും എണ്ണി ചേർക്കുമ്പോൾ കാണത്തില്ലെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തെ ഓർപ്പിക്കുകയാ. അലക്ഷ്യമായി നടക്കരുതേ, പ്രമാണം തെറ്റിച്ച് നടക്കരുത്. എബ്രായ ലേഖനം പറയുന്നു, നമ്മുടെ ദൈവമോ അവൻ ദഹിപ്പിക്കുന്ന, ചേർന്ന് പറഞ്ഞ്, നമ്മുടെ ദൈവമോ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വരുന്നവൻ വീഞ്ഞു കുടിച്ച് മത്തനായിട്ടല്ല ദൈവസഭയ്ക്കകത്തേക്ക് ഒരുവൻ വരേണ്ടത്. ആത്മാവ് നിറയുവാൻ ഇന്ന് പകൽ സഭയെ ഒരുക്കുന്നത് പുറമേയുള്ള ശക്തിയല്ല, സഭയെ ഒരുക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാ. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകത്തിനകത്ത് ജനം പ്രമാണിക്കുന്ന പ്രമാണം പെന്തക്കോസ്ത് നാളിൽ മോശ മുഖാന്തരം ദൈവം കൊടുത്ത പ്രമാണമാ. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങിത്തിരിച്ചതിന് 50 ദിവസം കഴിഞ്ഞപ്പോൾ അവർ സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം കൊടുത്ത പ്രമാണമാ പെന്തക്കോസ്ത് നാളിൽ. പക്ഷേ പെന്തക്കോസ്തിൽ കൽപ്പലകയിൽ കൊടുത്ത പ്രമാണം ജനത്തെ രക്ഷിക്കത്തില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ പെന്തക്കോസ്ത് നാൾ, യേശുവിന്റെ കാലഘട്ടം കഴിഞ്ഞ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലത്ത് ഉയരത്തിൽ നിന്ന് ഒരു തീ ഇറങ്ങി വന്നിട്ട് കല്ലേലല്ല എഴുതിയത്, മാംസപ്പലകയിൽ എഴുതിയെങ്കിൽ ഇന്ന് പകലില് ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോടും അഭിഷിക്തന്മാരോടും ഞാൻ വിളിച്ചു പറയട്ടെ, അകത്ത് വ്യാപരിക്കുന്നത് ഉയരത്തിലെ തീയാണെങ്കിൽ പാപത്തെ തോൽപ്പിക്കുന്ന, പാപശക്തികളെ പരാജയപ്പെടുത്തുന്ന ഒരു കൺവെൻഷനായി ഈ കൺവെൻഷനെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാ. ഈ ബുധനാഴ്ച പകൽ മുതൽ ഈ അഭിഷേക യോഗത്തിനകത്ത് ദൈവത്തിന്റെ ഒരു ആത്മസാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിച്ചിറങ്ങുന്നുണ്ടെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കാം. Praise God. God is looking. സംഖ്യാപുസ്തകത്തിനകത്ത് ദൈവം പ്രമാണം കൊടുത്തു. പക്ഷെ പ്രമാണം കൊടുത്ത ജനം ചെയ്യാൻ പറഞ്ഞതല്ല അവർ ചെയ്തത്. ചെയ്യാൻ ദൈവം പറഞ്ഞു, കൃത്യമായി ജാഗ്രതയോടെ നടക്കാൻ പറഞ്ഞു, വിശുദ്ധിയോടെ നടക്കാൻ വേണ്ടി പറഞ്ഞു, വില കൊടുത്ത് നടക്കാൻ പറഞ്ഞു. പക്ഷെ ജനം ചെയ്തതെന്താ? ജനം ചെയ്തത്, അവരുടെ നേതാക്കന്മാർ തുടങ്ങി, ആ ജനം തുടങ്ങി. ഒന്ന് ശ്രദ്ധിക്കണം. മോശ, അഹരോൻ, മിരിയാം പ്രവാചകിയ, മോശ പ്രവാചകന, അഹരോൻ പുരോഹിതനുമാ. പ്രൈസ് ദി ലോർഡ്. ഈ 3 പേരെ ദൈവം തെരഞ്ഞെടുത്തു. മോശയോട് ദൈവം മുഖാമുഖമായി സംസാരിച്ചു. മോശയ്ക്കൊരു വിഷയം വരുമ്പോൾ മോശ അതിനകത്ത് പ്രതികരിക്കാൻ നിൽക്കത്തില്ല. അവന് വേണ്ടി പ്രതികരിക്കുന്നത് സ്വർഗമാ. സ്തോത്രം. ഇന്ന് പകൽ ദൈവ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അഭിഷിക്തന്മാരോട് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ വിഷയത്തിൽ പ്രതികരണം നീ കൊടുക്കണ്ട. നിനക്ക് വേണ്ടി പ്രതികരിക്കാൻ
വിമർശിക്കാൻ ഒരു സ്വർഗമുണ്ടെന്ന് ഈ പകൽ വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, എനിക്ക് വേണ്ടി പ്രതികരിക്കുവാൻ ഞാൻ സൗമ്യതയോടെ നിൽക്കുമ്പോൾ, ഞാൻ മൗനമായി നിൽക്കുമ്പോൾ, ഞാൻ നിശബ്ദമായി നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു സ്വർഗമുണ്ട്. അഹരോൻ പുരോഹിതൻ, മിരിയാം പ്രവാചകിയാണ്, പാട്ട് പാടി പ്രവചനം പറയുന്ന ദൈവത്തിന്റെ ദാസിയ മിരിയം. സ്തോത്രം. പ്രൊഫസി ആൻഡ് മ്യൂസിക്, ആമേൻ. പ്രവചനവും പാട്ടും വേദപുസ്തകത്തിനകത്തെ വളരെ ചിന്തനീയമാകുന്ന ഒരു ഭാഗമാണ്. ദാവീദ് ഒരു നല്ല രാജാവായിരിക്കുമ്പോൾ തന്നെ നന്നായി പാട്ട് പാടുന്നവനായിരുന്നു. യെസെക്കിയേൽ, ആമേൻ, പ്രവചനം പറയുമ്പോൾ മ്യൂസിക്, സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു, സംഗീതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പ്രവാചകന്മാർ, ഏലിഷ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചു. എന്താ, ആമേൻ, ഈ മ്യൂസിക്കിനകത്ത് ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ പാട്ടുകളെ ഒന്നും വിമർശിക്കണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പാട്ടുകളെ ഒന്നും, ദൈവപ്രമാണത്തിൽ ഇല്ലാത്തതിനെയൊക്കെ വിമർശിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ചിലരൊക്കെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ ഒക്കെ എഴുതി വെച്ചതിനെ നമ്മൾ എന്തിനായി ചാടിക്കേറി അതിന്റെ പുറത്തോട്ട് കയറും? നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു പാട്ട് പോലും എഴുതാൻ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അങ്ങനെ എഴുതിയ ഒരു പാട്ടാ. എന്തോ പറയാനാ, എന്തോ പറയാനാ, എന്തോ ചെയ്യാനാ. ഭാഷയ്ക്ക് ശൈലി നമുക്ക് പെന്തക്കോസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേലും അതിനകത്തെ വാചകം ശ്രദ്ധിക്കണം. കൃപയാ. സ്വോത്രം പറഞ്ഞില്ല. കൃപയകത്തുള്ളവന്, ആമേൻ, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ വേണേലും ആരാധിക്കും. അത് ദാവീദ് ആരാധിച്ചപ്പോ മീകൾ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാഞ്ഞതിന്റെ ഒറ്റ കാര്യം, മീകൾ ജനിച്ചത് കൊട്ടാരത്തില, ഇവൻ ജനിച്ചത് കൊട്ടാരത്തിലല്ല, കാട്ടില. കാട്ടിൽ കടന്നിട്ട് നാട്ടിൽ രാജാവായിട്ട് എത്തുമ്പോൾ അവന്റെ പാട്ടിനകത്ത് വ്യാപരിക്കുന്ന കൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിമർശിക്കാൻ എളുപ്പമാ, കുറ്റം പറയാൻ എളുപ്പമാ. ഇവർ ശ്രദ്ധിക്കണേ, മോശയ്ക്ക് വിരോധമായിട്ട് ഇവർ കുറ്റം പറഞ്ഞു. മിരിയാം കുറ്റം പറഞ്ഞു, കുഷ്ഠരോഗം പൊങ്ങി. അഹരോൻ കുറ്റം പറഞ്ഞു, ഹോർ പർവ്വതത്തിൽ വെച്ച് അഹരോൻ മരിച്ചു. മോശ ദൈവത്തിന്റെ സന്നിധിയിൽ വില കൊടുത്തു നിൽക്കുവാൻ പ്രമാണം വാങ്ങിച്ച മോശ ദൈവത്തിന്റെ കൽപ്പനയെ അല്പം അവഗണിച്ചപ്പോൾ, അലക്ഷ്യമായി എണ്ണിയപ്പോൾ ദൈവം മോശയോടും പറഞ്ഞു എത്തത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, സഭ നടത്തിപ്പിന്റെ നടുവിൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകല്ലേ. സ്തോത്രം, സ്തോത്രം. സഭ നടത്തി നമ്മുടെ കൃപ നഷ്ടപ്പെടരുത്. ആമേൻ. ഇന്ന് പകലിൽ മോശയുടെ കൃപ നഷ്ടപ്പെടുത്തി അവൻ വാഗ്ദത്ത ദേശത്തിൽ എത്തിയില്ല. വ്യക്തിജനങ്ങളെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് പ്രമുഖരുണ്ട്, കോരഹ് തുടങ്ങിയ പ്രമുഖന്മാരുണ്ട്. അവരൊരുമിച്ച് കൂടി 250 പേരെ അണിനിരത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കുമാകാം ശുശ്രൂഷ. പക്ഷെ ദൈവം അതിന്റെ നടുവിലിറങ്ങി 250 പേരെയും തീ ദഹിപ്പിച്ചു കളഞ്ഞു. കോരഹ് ഇത് കണ്ടു ഓടിയ കോരഹിനെ ഭൂമി വാവിളർന്നു തിന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ യൂദായുടെ പുസ്തകത്തിനകത്ത് കോരഹിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവം നിയോഗിച്ചവന് വിരോധമായി ആരും സംസാരിക്കാൻ നിൽക്കണ്ട. ദൈവമാക്കി വെച്ചവന് വിരോധമായി ആരും അസൂയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമാക്കിയതാണെങ്കിൽ അതിനെ നീക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമാക്കിയവരെ ദൈവമാണ് നിലനിർത്തുന്നത്. ജനമോ, പ്രമുഖന്മാരിങ്ങനാണെങ്കിൽ ജനം എങ്ങനെയാ? ജനം പെരുമാറുന്നത്, അവരുടെ ഏറ്റവും വലിയ തെറ്റ് പിറുപിറുപ്പ. അവർ പിറുപിറുത്ത് കൊണ്ട് നടന്നു. They were grumbling. സ്തോത്രം. പിറുപിറുക്കാൻ എന്ത് കഴിവ് വേണം? എന്ത് കഴിവ് വേണം പിറുപിറുക്കാൻ? മറുപടി പറ. ഒരു കഴിവും വേണ്ട പിറുപിറുപ്പാൻ. പ്രൈസ് ദി ലോർഡ്. എന്ത് ത്യാഗം സഹിക്കണം പിറുപിറുക്കാൻ? ഒരു ത്യാഗവും സഹിക്കണ്ട. ജീവിതത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പണി ഉണ്ടെങ്കിൽ അത് ഈ കുറ്റം പറച്ചില്ല. അതിന് സഭ തുടങ്ങേണ്ട ആവശ്യമില്ല, സംഘടന തുടങ്ങേണ്ട ആവശ്യമില്ല. ഈ ഫോണിനകത്തൊരു നല്ലൊരു സാധനമുണ്ട്, വാട്സാപ്പ്. അതിനകത്ത് മൂലയ്ക്ക് 3 കുത്തുണ്ട്. ആ 3 കുത്തിനകത്ത് കുത്തിയിട്ട് ഒരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരു ബുദ്ധിമുട്ടുമില്ല കുറ്റം പറയാൻ, വലിയ സുഖമാണ്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, അങ്ങെത്തത്തില്ല.
പ്രൈസ് ദി ലോർഡ്. ഈ പകലിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞ ദൂത് ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയുകയാ. അനാവശ്യമായതിലൊന്നും ആമേൻ നീ കയറി പിറുപിറുക്കേണ്ട ആവശ്യമില്ല. നടത്താൻ ദൈവത്തിനറിയാമെങ്കിൽ ഈ ജനത്തെ കൃപയോടെ നടത്താൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യണം. 4.5 അടി പൊക്കത്തിൽ ഏതാണ്ട് 7,800 ഏക്കർ വിരിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിൽ ദൈവം മന്ന വർഷിപ്പിച്ച് ഈ ജനത്തെ നടത്തിയെങ്കിൽ 103ാമത്തെ കൺവെൻഷൻ വന്നിരിക്കുന്ന അഭിഷിക്തന്മാരോട് ഈ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെ നടത്താൻ ദൈവത്തിനറിയാം. അവൻ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിന്നെ പരിപാലിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഈ മരുഭൂമിയിൽ നിന്റെ കൃപ നഷ്ടപ്പെടുത്തരുത്. ഈ മരുഭൂമിയിൽ നിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്. ഈ മരുഭൂമിയിൽ നിന്റെ വിളി നഷ്ടപ്പെടുത്തരുത്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടക്കി തീക്കൽപ്പാറയുടെ നടുവിൽ നിന്ന് ദൈവം ഈ ജനത്തിന് കുടിപ്പാൻ വെള്ളം നൽകി കൊടുത്തു. ഉഗ്ര സർപ്പവിഷമുള്ള പാമ്പുകളുള്ള സ്ഥലത്തൂടെ ദൈവം ഈ ജനത്തെ നടത്തി. ഇവരെ ശപിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്റെ അടുത്ത് നിന്ന് ദൈവം ഇവരെ രക്ഷിച്ചു, ഇവരെ വിടുവിച്ചു. ആമേൻ. അടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷേ ഇവർ ക്രമം തെറ്റിച്ചപ്പോൾ, അശുദ്ധി ചെയ്യാൻ തുടങ്ങിയപ്പോൾ, സിമ്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാളയത്തിന്റെ നടുവിൽ, ആമേൻ, പാളയത്തിന്റെ നടുവിൽ പാപം ചെയ്യുവാൻ വേണ്ടി ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് പാളയത്തിന്റെ നടുവിൽ വന്നപ്പോൾ ഫിനഹാസ് എന്ന് പറയുന്ന അഭിഷേകമുള്ളവൻ കുന്തമെടുത്ത് പാപത്തെ നിർത്തിയെങ്കിൽ ഇന്ന് പകൽ പാളയത്തിനകത്ത് ശൂന്യത വരുത്തുന്ന പാപത്തെ ഇന്ന് പകൽ വെറുതെ വിടുവാനുള്ളതല്ല. അഭിഷിക്തന്മാരോട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ച് പറയട്ടെ, നിന്റെ കരത്തിൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ആമേൻ. പാപം നിമിത്തം ഇന്ന് പകൽ പാളയത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ രക്ഷ പൂർത്തീകരിക്കുക. ഈ പകൽ അച്ഛന്ത നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമ്മുടെ രക്ഷ ആരംഭിച്ചത് ഈ ഭൂമിയിലാണ്, പക്ഷെ അവസാനിക്കാൻ പോകുന്നത് സ്വർഗത്തിലാണ്. കർത്താവേ, ഇന്ന് പകലിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവഭയം ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും കുറയുന്നെങ്കിൽ ഞങ്ങൾ അവിടെ എത്തത്തില്ല എന്ന് ഇന്ന് പകലിൽ തിരുവഴുത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ജാഗ്രതയുള്ളവരായി, ഞങ്ങൾ ശുദ്ധിയുള്ളവരായി, ഞങ്ങൾ വില കൊടുത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കോരഹനെ പോലെയോ ബിലയാമിനെ പോലെയോ കയ്പിൻ്റെ വേര് മുളപ്പിച്ചല്ല, പാളയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കാൻ ഞങ്ങളുടെ പേര് എണ്ണമല്ലപ്പ, ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിനകത്തൊന്നും മായ്ക്കപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് പകൽ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സമയം അവസരം ഒരുക്കി തന്ന ദൈവസഭ നേതൃത്വത്തോട് നന്ദി. കർത്താവ് അനുഗ്രഹിക്കും.